സൂര്യ കോമഡിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇപ്പോൾ ശരിയാക്കി തരാം പ്രസൻറ്റഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിൻ്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിൽക്കുന്നത് എറണാകുളത്തെ ആലുവയിലെ നീതൂസ് അക്കാഡമിയിലാണ്. വളരെ മനോഹരമായിട്ടുള്ള ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികളാണ്. അവരവിടെ റെഡിയായി നിൽക്കുകയാണ്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് അങ്ങോട്ട് പോകാം. യെസ്, അപ്പോൾ ആലുവയിലുള്ള നീതൂസ് അക്കാഡമിയിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവരെ ഞാൻ അഭിസംബോധന ചെയ്യുന്നത് ഗ്ലൂക്കേഷൂല എന്നാണ്. എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് മനസ്സിലായോ? നിങ്ങൾ ജർമ്മൻ പഠിക്കുന്നവരില്ലേ ഇതിൽ? ഉണ്ടോ? ഐഷ ഇങ്ങ് വാ. ഐഷ ജർമ്മൻ പഠിക്കുന്ന ആളല്ലേ? ഗ്ലൂക്കേഷൂല എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുഡ് സ്റ്റുഡന്റ്. യെസ്, ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് എന്നാണ്. ഒരു കയ്യടി കൊടുക്കുക. ഓക്കെ, റെഡി, ആക്ഷൻ. ഒരു അഗ്നികുണ്ഡമാണ് ഞാൻ. എൻ്റെ മനസ്സ് നീറുകയാണ് ഒരു നെരിപ്പോട് പോലെ. കഴിഞ്ഞ 28 മാസം 17 മണിക്കൂർ 17 ദിവസം 21 മണിക്കൂർ ഞാൻ അനുഭവിച്ച വേദന പറഞ്ഞാൽ മനസ്സിലാകില്ല. കരിന്തിരി കരിന്തിരി എന്ന് പറഞ്ഞാൽ എന്താ? മറ്റേ വിളക്ക്. മറ്റേ വിളക്ക്? കരിന്തിരി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ എടാ നിന്റെ അടുത്താണോ ചോദിച്ചു? ഇവൻ ഭയങ്കര ഹെൽപ്ഫുൾ ആണല്ലോ. ചക്രം പോയ വണ്ടിയാണ് ഞാൻ. കാറ്റ് തീട്ട ബലൂണാണ്. എന്തോ ഈ പറയുന്നത്? നമുക്ക് കോംപ്രമൈസ് ചെയ്യാം. അടിയിൽ കോംപ്രമൈസ് ഇല്ല ചേട്ടാ. എന്റെ അടിയിൽ കോംപ്രമൈസ് ഇല്ലെന്നാ പറഞ്ഞത്. കാറ്റ് ഊതിവിട്ട ബലൂണാണ് ഞാൻ. മരുഭൂമിയിൽ പെറ്റ് വീണപ്പോൾ എന്ത് സംഭവിച്ചു? കാലിട്ടടിച്ചിട്ടും ആരും കണ്ടില്ല. ആര്? കഥയൊക്കെ മാറ്റി കേട്ടോ. ഇന്ന് മുതൽ ഞാൻ കാന്താരിയാണ് സാർ. കാന്താരിയോ? ആ കണ്ണില്ലാത്ത രാഷ്ട്രർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചില്ലേ കാന്താരി? അത് ഗാന്ധാരിയല്ലേ? അതിപ്പോ ഇങ്ങനെ പറയാ സാർ. കാലൊക്കെ ഒരുപാട് പോയില്ലേ? വായ്ക്കരി പോയിട്ട് ഉമിക്കിരി പോലും കിട്ടിയില്ല. തരാൻ മനസ്സ് കാട്ടിയില്ല. സന്മനസ് കാണിക്കാത്ത കോമരങ്ങളുടെ നെഞ്ചിൽ ഓക്കെ നെഞ്ചിൽ പഞ്ചാക്ഷരം കൊണ്ട് ഞാൻ വിയോജനപ്പെടുന്നു. കേട്ടില്ലേ? ഇതാണ് ഭാഷ. ഉഗാണ്ടയിലുള്ള ഏതോ ഗോത്ര ഭാഷയാണെന്നാണ് എന്റെ സംശയം. പോടിപ്പുല്ലേ. അതെത്ര ക്ലിയർ ആയിട്ട് പറയുന്നത്? മലയാളം അറിയത്തില്ലെന്ന് പറഞ്ഞു. ആനയും അമ്പാരിയും ഇല്ലാതെ ആറന്മുള. അവിടെ എന്തോ ഉള്ളത്? ആറന്മുള എന്താണുള്ളത്? വലിയൊരു കലാരൂപം ഉണ്ടല്ലോ അവിടെ, വലിയൊരു കായിക അഭ്യാസം. മറ്റേ സാധനം പറഞ്ഞു. വഞ്ചിയിലിട്ട് തൊഴിയുന്നു. അത് വഞ്ചിയിലിട്ട് തുഴയുന്നു. എന്താ പറയുന്നത്? വഞ്ചിക്കളി, വള്ളംകളി. ഇതെന്നാട്ടോ? മയിലാട്ടോ പാത്രികെ, പുലിയാട്ടോ പാത്രികെ, ഇതെന്നാട്ടോ? ഇത് മാർഗം കളി. മാർഗം കളിയാ? ആ, ഒരു മാർഗം ഇല്ലാണ്ടാവുമ്പോ ഒരു കളി കളിക്കൂലേ, മാർഗം കളി. വെള്ളം കൊണ്ട് പോയി. എന്തിനാ അവരെ കുളിപ്പിക്കാന്? തവണ മഴ നേരത്തെ എത്തും പാലക്കാട്. എന്താണ് പേര്? ജെൻസൺ കെ ജോൺ. എത്ര ഹൈറ്റ് എത്ര ഉണ്ട്? 6.4. അടിപൊളി. ബാബു അന്നിനേക്കാളും ഉണ്ടെന്ന് തോന്നുന്നില്ലേ? ആക്ഷൻ. ഒരു അഗ്നികുണ്ഡമാണ് ഞാൻ. അമ്പോ, അത് പൊളിച്ചു കേട്ടോ. കുറച്ചുകൂടെ കേട്ടോ. നീ എന്താടാ ചാണാൻ ചവിട്ടിയ പോലെ നടക്കണത്? ഇങ്ങനത്തെ ഡയലോഗ് പറഞ്ഞാലേ ഇതുപോലെ നടക്കണം. ലൂസ് മോഷൻ മര്യാദ കിടക്കണം. അത് തിരിഞ്ഞു വരും. നിങ്ങൾ അത് സ്ലോ മോഷൻ ഇട്ടേക്കണം കേട്ടോ. എഡിറ്റ് ചെയ്ത്. റെഡി, ആക്ഷൻ. ഒരു അഗ്നികുണ്ഡമാണ് ഞാൻ. കഴിഞ്ഞ 21 ദിവസം കേട്ടോ. ആക്ഷൻ. ഒരു അഗ്നികുണ്ഡമാണ് ഞാൻ. കഴിഞ്ഞ 28 മാസം 17 ദിവസം. ഇനി മണിക്കൂർ പറ. 21 മണിക്കൂർ. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പീതാംബരൻ ഒറ്റ അപ്പം പോലും തിന്നിട്ടില്ല. കഴിഞ്ഞ 28 മാസം 17 ദിവസം 21 മണിക്കൂർ ഞാൻ അനുഭവിച്ച വേദനകൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാറ്റൂതി വിട്ട ബലൂൺ പോലെയാണ് ഞാൻ. കരിന്തിരി കെട്ട വിളക്കാണ് ഞാൻ. കാറ്റൂതി വിട്ട ബലൂണാണ് ഞാൻ. നല്ല തമാശക്കാരനാണല്ലേ? നിങ്ങൾ ഹരം കൊള്ളിക്കല്ലേ? അല്ല, അതിപ്പോ മരുഭൂമിയിൽ പറ്റി വീണ കുഞ്ഞിനെ പോലെ കൈകാലിട്ടടിച്ചപ്പോൾ വായ്ക്കരി കൊണ്ട് ഞാൻ കഥ എഴുതി.
വായ്ക്കരി പോയിട്ട് ഉമ്മിക്കരി പോലും തരാൻ സന്മനസ് കാണിക്കാത്ത കോമരങ്ങളുടെ നെഞ്ചിൽ പഞ്ചാശരം കൊണ്ട് ഞാൻ വിയോജനക്കുറിപ്പ് എഴുതും. പോടി പുല്ലെന്ന്. ആ പൊടി പുല്ലേക്ക് ഒരു ശക്തമായിട്ട് പറ. ഐഷ പറഞ്ഞ കണക്ക് അങ്ങോട്ട് പറ. പോടി പുല്ലെന്ന്. ആനയും അമ്പാരിയും ഇല്ലാതെ 6:30 മണിക്ക് ആറന്മുള വെള്ളം കടിക്ക് വെള്ളമടിച്ച് ഞാൻ പോയപ്പോൾ എന്താണ് യഥാർത്ഥ പേര്? ഷാറോ. ഷാരോൺ. എവിടെ? നാട് എവിടെ? ഇരിഞ്ഞാലക്കുട. ആക്ഷൻ. ഉരഗ്നി കണ്ടുമാണ് ഞാൻ. കണ്ടോ? അഗ്നി കണ്ടോ? അതേത് വീട്? സാർ എന്നെങ്ങനെ കാണരുത്, ഒരു സഹോദരനായിട്ട് കാണണം. സാറിനും അമ്മയും പെങ്ങളും സിസ്റ്റേഴ്സും. ഉരഗ്നി കണ്ടുമാണ് ഞാൻ. കണ്ടോ അല്ലടാ, അഗ്നി കണ്ടോ? ഉരഗ്നി കുണ്ടമാണ് ഞാൻ. അത് തന്നെ. എന്റെ മനസ്സ് നീറുകയാണ്. ആരുടെ? എന്റെ മനസ്സ് ഒരു നെരിപ്പോട് കൂടി 28 മാസം 17 മണിക്കൂർ അല്ല 17 ദിവസം 21 മണിക്കൂർ. ഉറപ്പിക്കോ? 21 മണിക്കൂർ. 8ന്റെ പാതി ഇങ്ങനെയാണ്, ഇങ്ങനെയാണെങ്കിൽ 3, ഇങ്ങനെയാണെങ്കിൽ 0. എന്റെ മനസ്സ് നീറുകയാണ്. അത് വല്ലാത്ത നീറലായി പോയല്ലേ. എന്റെ വേദനകൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒരു കരിത്തിരിയാണോ കരികെട്ട വിളക്ക് പോലെ. കരിക്കട്ടയ്ക്കൊക്കെ വിളക്കുണ്ട്. എടോ താനിപ്പോ എന്താ പറഞ്ഞെന്ന്? എണ്ണ തേച്ച് കുളിക്ക്. കൺമണി എവിടെയെന്നാ താൻ പറഞ്ഞത്? പറയാൻ കൊള്ളൂ. എടോ കൺമണി എവിടെയുണ്ടെന്ന്? വിഷമം കൊണ്ടാ? മരുഭൂമിയിൽ കുഞ്ഞിക്കാലിട്ട് അടിക്കാണ് ജനിച്ചണ കുഞ്ഞ്. അങ്ങനല്ലേ അതൊന്ന് പറഞ്ഞു. മരുഭൂമിയിൽ പച്ചൂണ കുഞ്ഞ് കൈക്കാലിട്ട് അടിക്കാണ്. വായ്ക്കരി പോയിട്ട് കരിങ്കരി. कृपया करे दरवाजा में किनारे है. വായ്ക്കരി പോയിട്ട് ഉമ്മക്കരി പോലും തരാൻ സന്മനസ് കാണിക്കാത്ത കോമരങ്ങളുടെ നെഞ്ചത്ത് പഞ്ചാക്ഷമാണെന്ന് തോന്നുന്നു. പഞ്ചാക്ഷം. എന്താ പറഞ്ഞേ? ഓടിപ്പുല്ലേ. പിന്നെ വെളുപ്പിന് 6:30 മണിക്കോ? അത് തന്നെ. വെളുപ്പിന് 6:30 മണിക്ക് ആറന്മുള സദ്യ. ആറന്മുള സദ്യ അടിപൊളി. കാടയുണ്ടോ? കാടയിറച്ചി ഇല്ല സാർ. കൊക്കുണ്ടോ? കൊക്കിറച്ചി. വള്ളംകളി. ആറന്മുള വെള്ളംകളി. വെള്ളംകളിയല്ല, വള്ളംകളി. വള്ളംകളിക്ക് വെള്ളമടിക്കാതെ പോയപ്പോൾ. വളരെ മനോഹരമായ മലയാളമാണ് അദ്ദേഹത്തിൻ്റെത്. മലയാളി കള്ള് തറക്കള്ള്. അത് പരമാർത്ഥമാണ്. മലയാളി കള്ള് തറക്കള്ള. എന്തായിരുന്നു പേര്? എൻ്റെ പേര് ആൽഫി. ആൽഫി. നാട്? പാല. ആക്ഷൻ. ഒരു അഗ്നികുണ്ഡമാണ് ഞാൻ, എൻ്റെ മനസ്സ് നീറുകയാണ്. ശരിക്കും ആ ഫ്ലോയില് വരും. എടാ മുതുകാളെ, നിനക്ക് ഇതിന് എന്ത് സുഖം കിട്ടുന്നു? ഒരു അഗ്നികുണ്ഡമാണ് ഞാൻ, എൻ്റെ മനസ്സ് നീറുകയാണ് ഒരു നെരിപ്പോട് പോലെ. കഴിഞ്ഞ 28 മാസം 17 ദിവസം 21 മണിക്കൂർ ഞാൻ അനുഭവിച്ച വേദന പറഞ്ഞാൽ മനസ്സിലാവില്ല. കരിന്തിരി കെട്ട് വിളക്കാണ് ഞാൻ. കാറ്റുപോയ ചക്രമിടാത്ത വണ്ടിയാണ് ഞാൻ. കാറ്റുപോയ ബലൂണാണ് ഞാൻ. മരുഭൂമിയിൽ പറ്റി വീണ ഒരു കുഞ്ഞിനെ പോലെ കൈകാലിട്ട് അടിച്ചപ്പോൾ വായ്ക്കരി പോയിട്ട് ഉമ്മിക്കരി പോലും തരാൻ സന്മനസ് കാണിക്കാത്ത കോമരങ്ങളുടെ നെഞ്ചിൽ പഞ്ചാക്ഷരം കൊണ്ട് ഞാൻ എഴുതി വിയോജനക്കുറിപ്പ്. అలా చేన్నది మేటపే ఏమండి నాకు అర్థమైందా చెప్పండి. అదే మీరు తెలుగులో చెప్పండి. വെളുപ്പിന് 6:30 മണിക്ക് ആറന്മുള വെള്ളംകളിക്ക് വെള്ളമടിച്ചപ്പോൾ ഞാൻ വെള്ളമടിച്ചു പോയപ്പോൾ അത്രയല്ലേ ഉള്ളൂ. എങ്ങനെയുണ്ട്? പേര് കറക്റ്റ് പറഞ്ഞു. റിച്ചാർഡ് ജോബി. റിച്ചാർഡ്. ആക്ഷൻ. തുടക്കമായിരുന്നു. അഗ്നികുണ്ഡമാണ് ഞാൻ. ഒരു അഗ്നികുണ്ഡമാണ് ഞാൻ. എന്റെ മനസ്സ് നീറുകയാണ്. അതെനിക്കറിയില്ല, നീറുകയാണ്. രാത്രിയാകുമ്പോ ഒരു വിങ്ങല എവിടെ? മനസ്സിൽ. കോമരങ്ങളുടെ നെഞ്ചിൽ കുഞ്ചഭാവം. പാലക്കാടിന്റെ പരന്നു കിടക്കുന്ന പച്ച പിടിച്ച പർവ്വതങ്ങളുടെ പ്രദേശത്തിൽ നിന്നും പകലും മുഴുവൻ പണി കേട്ട് കല്ലും മടിച്ച് ഈ അവര് വെള്ളത്തിലാക്കല്ല വെള്ളായിട്ടോ, ഈ അവര് വെള്ളത്തിലാക്കല്ല വെള്ളായിട്ട്. നെഞ്ചിൽ പഞ്ചവാദ്യം. ഓക്കെ. അത് എന്ത് സംഭവം? പഞ്ചാക്ഷരി രീതി
എഴുതി ഞാൻ. പഞ്ചാക്ഷരി അല്ല, പഞ്ചാക്ഷരം. പുല്ലിംഗം മാറ്റി സ്ത്രീലിംഗം ഇല്ല, ആക്കി. പഞ്ചാക്ഷരി എഴുതി ഞാൻ. പഞ്ചാക്ഷരിയാണോ പഞ്ചാക്ഷരമാണോ? പഞ്ചാക്ഷരം. അതോ പഞ്ചാക്ഷരനാണോ? അല്ല, പഞ്ചാക്ഷരം. പഞ്ചാക്ഷരിയാണോ പഞ്ചാക്ഷരമാണോ പഞ്ചാക്ഷരനാണോ? പഞ്ചാക്ഷരം. ആനയും അമ്പാരിയും ഇല്ലാതെ 6 മണിക്ക് 6.5 മുഴം വെള്ളത്തിൽ 6.5 മുഴം വെള്ളം അല്ല 6 മുഴം വെള്ളം കളിക്ക് 6 മുഴം വെള്ളം കളിക്ക് മിണ്ടി പോരുതായിരിക്കും. അത് കറക്റ്റ് ചെയ്യുന്നത് ജനങ്ങളെ കേട്ടോളൂ. 6 മുഴം 6 മുഴ 6 മുഴ 6 മുള 6 മുള. മൂളം കുഴിയിൽ സഹദേവൻ. മൂളം കുളിയല്ല, മൂലം കുഴിയിൽ സഹദേവൻ. 6 മുള 6 മുഴം വെള്ളം കളിക്ക് വെള്ളം അടിച്ച് പോയപ്പോൾ അതിന് കൈയ്യോട് കൊടുത്ത് വിട്ടെ. എന്തല്ലേ പേരെന്താണ്? ആൻ ഏതിനാ പഠിക്കുന്നത് ഇവിടെ? A2 ജർമ്മൻ. ആക്ഷൻ. ഒരു അഗ്നികുണ്ഡമാണ് ഞാൻ. ഞാൻ പറഞ്ഞില്ലേ? കരിന്തിരി കെട്ട വിളക്കാണ് ഞാൻ. ചക്രം പോയ വണ്ടിയാണ് ഞാൻ. കാറ്റൂതി വിട്ട ബലൂണാണ് ഞാൻ. മരുഭൂമിയിലെ പൂരങ്ങളുടെ മരുഭൂമിയിൽ പെറ്റ് വീണ കുഞ്ഞിന് കൈകാലിട്ടടിച്ചപ്പോൾ വായ്ക്കിരി പോയിട്ട് ഉമിക്കിരി പോലും തരാൻ സന്മനസ് കാണിക്കാത്ത കോമരങ്ങളുടെ നെഞ്ചിൽ തെറ്റിക്കല്ലേ? இப்படி சிரிப்பு முழிக்கிறேன் പഞ്ചാക്ഷരം കൊണ്ട് വിയോജനക്കുറിപ്പ് എഴുതി ഞാൻ. ഓടി പുല്ലേന്ന്. ആനയും അംബാനയും. അംബാനി അല്ല മോളെ, അംബാനെ. അംബാനെ മറ്റേ സിനിമയ്ക്കകത്ത് ഏതായിരുന്നു? ആവേശത്തിൽ അംബാനാണോ? എന്താണ് മോന്റെ പേര്? ബിലാൽ. റെഡി ആക്ഷൻ. ഒരു അഗ്നികുണ്ഡമാണ് ഞാൻ. എന്റെ മനസ്സ് നീറുകയാണ് ഒരു നെരിപ്പോട് പോലെ. കഴിഞ്ഞ 28 മാസം 17 ദിവസം 21 മണിക്കൂർ ഞാൻ അനുഭവിച്ച വേദന പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവൂല. കരിന്തിരി ഇട്ട വിളക്കാണ് ഞാൻ. നീ ശരിക്കും പാടറിയത്തില്ല, ചുമ്മാ അറിയാം. നീ റാപ്പാ. കരിന്തിരി ഇട്ട വിളക്കാണ് ഞാൻ. ഈ കപ്പിളിട്ട് ശ്രദ്ധിച്ചില്ല ആ ആറ്റിറ്റ്യൂഡ്. പിന്നെ 60 പിന്നെ 90. കരിന്തിരി കെട്ട ഇത് വരുന്നു വിളക്കാണ് ഞാൻ. ഇയാള് പറഞ്ഞു, ആരെങ്കിലും പറയണ്ടെന്ന് പറഞ്ഞോ? പറയാൻ വന്നത് മറന്നുപോയി. ഒരു മരുഭൂമിയിൽ പെറ്റി വീണ കുഞ്ഞിനെ പോലെ കൈകാലിട്ടടിച്ചപ്പോൾ വായ്ക്കരി പോയിട്ട് ഉമിക്കിരി പോലും തരാൻ സന്മനസ് കാണിക്കാത്ത കോമരങ്ങളുടെ നെഞ്ചിൽ പഞ്ചാക്ഷരം കൊണ്ട് വിയോജനക്കുറിപ്പ് എഴുതി. പോടി പുല്ലേ. എത്ര അടിച്ചാലും എന്റെ വായിന്നൊരു ചെറ്റ വർത്താനം വരില്ല കേട്ടടാ പട്ടി തെണ്ടി നായിന്റെ മക്കളെ. ആന അമ്പാരി ഇല്ലാതെ 6:30 മണിക്ക് 6 മുള വെള്ളംകളിക്ക് വെള്ളമടിച്ചു പോയപ്പോൾ ഇത് കറക്റ്റ് നീ മറ്റേ മുദ്രാവാക്യം വിളിക്കുന്നവരെ കൊണ്ടായിരുന്നു കേട്ടോ. ആക്ഷൻ. ഒരു അഗ്നികുണ്ഡമാണ് ഞാൻ. എൻ്റെ മനസ്സ് നീറുകയാണ് ഒരു നെരിപ്പോട് പോലെ. കഴിഞ്ഞ 28 മാസം 17 ദിവസം 21 മണിക്കൂർ ഞാൻ അനുഭവിച്ച വേദനകൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. കരിന്തിരികെട്ട വിളക്കാണ് ഞാൻ. ചക്രം പോയ വണ്ടിയാണ് ഞാൻ. കാറ്റൂതി വിട്ട് ബലൂൺ പോലെയാണ് ഞാൻ. മരുഭൂമിയിൽ പെറ്റുവീണ കൈകുഞ്ഞിനെ പോലെ കൈകാലിട്ടടിച്ചപ്പോൾ വായ്ക്കിരി പോയിട്ട് ഉമ്മിക്കിരി പോലും തരാൻ സന്മനസ് കാണിക്കാത്ത കോമരകളുടെ നെഞ്ചിൽ പഞ്ചാക്ഷരം കൊണ്ട് ഞാൻ വിയോജനക്കുറിപ്പ് എഴുതും. പോടി പുല്ലേ എന്ന്. ആനയും അമ്പരയും ഇല്ലാതെ 6:30 വെളുപ്പിന് 6 മുതൽ വെള്ളം കളിക്ക് വെള്ളം അടിച്ചു ഞാൻ പോയപ്പോൾ. വെരി ഗുഡ്, അടിപൊളി, സൂപ്പർ, നൈസ് നൈസ് നൈസ്. ഇവന് എന്താ സാധനം? ചീങ്കണ്ണിയാ. ഇവ IAS എടുത്തിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ കളക്ടർ ആവൂട്ടാ. പേരെന്താണ്? അൽത്താഫ്. ഭർത്താവ്? അൽത്താഫ്. അൽത്താഫ്. നാട് എവിടെയാണ്? ആലുവയിലാണ്. ഓക്കെ, റെഡി. അൽത്താഫേ? അൽത്താഫ് ഇവിടെ അല്ല. അതെ ഞാനൊരു അഗ്നികുണ്ഡമാണ്. എന്ത്? നീയാണ് കൊള്ളാല്ലേ? ഞാനൊരു അഗ്നികുണ്ഡമാണ്. ഒരു സെക്കൻഡ്, നിന്റെ വായിക്കാത്ത സാധനം കയറി പോകുന്നു. ഓക്കെ, നീ പറ. ഞാനൊരു അഗ്നികുണ്ഡമാണ്. അയ്യോ, കുളിരുന്ന് കേട്ടോ. അല്ലേ ഇങ്ങനെയല്ലേ പറയണ്ടേ? ഞാനൊരു അഗ്നികുണ്ഡമാണ്. വന്ന് ചെറുതായിട്ട് വരുന്നുണ്ട്. എന്റെ മനസ്സ് നീറുകയാണ്. അയ്യോ, എന്നിട്ട് ഒരു നെരിപ്പോട് പോലെ. ഒരു നെരിപ്പോട്.
എന്ന് പറഞ്ഞാൽ മാടി വിളിക്കുക അതില്ല. 28 മാസം 17 ദിവസം പറഞ്ഞു കൊടുക്കല്ലേ 21 മണിക്കൂർ ഞാൻ അനുഭവിച്ച വേദന നിങ്ങൾക്കറിയില്ല. നീ ഇപ്പൊ അനുഭവിക്കുന്ന വേദന ഞങ്ങൾക്ക് അറിയാം. എന്തെങ്കിലും കയറ്റി ഇറക്കി എന്നെ കൊന്നാ മതി. അയ്യോ, കരിന്തിരി കേട്ട വിളക്കാണ് ഞാൻ. ചക്രം പോയ വണ്ടിയാണ് ഞാൻ. കാറ്റ് വിട്ട ബലൂണാണ് ഞാൻ. കാറ്റ് ഊരിപ്പോയ ബലൂൺ അല്ല, കാറ്റ് ഊതി വിട്ട ബലൂണാണ് ഞാൻ. നമ്മൾ പേടിക്കരുത് കുട്ടാ. മരുഭൂമിയില് പെറ്റ് വീണ ഒരു കുഞ്ഞിനെ പോലെ ഞാൻ കൈകാലിട്ടടിച്ചപ്പോൾ എന്നെ അല്ല ഒരു മിനിറ്റ്. മരുഭൂമിയിൽ പെറ്റ് വീണ ഒരു കുഞ്ഞിനെ പോലെ കൈകാലിട്ടടിച്ചപ്പോൾ എന്നെ സഹായിക്കാത്ത, എന്നെ മൈൻഡ് ചെയ്യാത്ത, വായിക്കരി പോയിട്ട് ഉമ്മിക്കരി പോലും തരാത്ത കോമരങ്ങളുടെ സന്മനസ്സില്ലാത്ത കോമരങ്ങളുടെ നെഞ്ചത്ത് ഞാൻ മറ്റേ അക്ഷരം എന്തക്ഷരമാണ്? പഞ്ചാക്ഷരം കൊണ്ട് ഞാൻ കുറിപ്പെഴുതും. സുഖം അല്ല, കുറിപ്പെഴുതും. സുഖമാണോ നിനക്കെന്ന്? എന്തൊക്കെയുണ്ട് സുഖം. ആന അമ്പാരി ഇല്ലാതെ 6:30 മണി വെളുപ്പിന് 6:30 മണി വെളുപ്പിന് വെള്ളം അടിച്ചല്ല. അപ്പൊ പിന്നെ ഞാൻ വെള്ളം അടിച്ചു. തോൽക്കണം അല്ലെ ജയിക്കരുത്. ഞാനല്ല ഇതൊക്കെ വെള്ളം പറയുന്നതാ. അല്ല, 6:30 മണി വെളുപ്പിന് വെള്ളം അടിച്ച് ഞാൻ മറ്റേ വെള്ളം കളിക്ക്, ആറന്മുള വെള്ളം കളിക്ക് പോയപ്പോൾ നിന്നെ എങ്ങനെ രക്ഷപ്പെടുത്തിയ എന്തായാലും കൊള്ളായിരുന്നു, സ്റ്റൈലായിരുന്നു കേട്ടോ. ഓക്കെ, താങ്ക് യു. ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. സിനാനെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എങ്ങനെയുണ്ട്? ഇവരൊക്കെ എങ്ങനെ പെർഫോം ചെയ്തു? അടിപൊളിയല്ലേ? രസമല്ലേ? റെഡി, ആക്ഷൻ. ഒരു അഗ്നികുണ്ഡമാണ് ഞാൻ. എന്റെ മനസ്സ് നീറുകയാണ് ഒരു നെരിപ്പോട് പോലെ. 6:30 മണി, അയ്യോ നെരിപ്പോട് പോലെ എല്ലാത്തിനും കാണിച്ചു തരാം. ഇങ്ങനെ പേടിക്കലടാ. അഗ്നികുണ്ഡമാണ് ഞാൻ. എന്റെ മനസ്സ് നീറുകയാണ് ഒരു നെരിപ്പോട് പോലെ. കാറ്റ് വിട്ട് ചക്രം പോയ വണ്ടിയാണ് ഞാൻ. ചക്രം പോയ വണ്ടിയാണ് ഞാൻ. കഴുന്തിരി കെട്ട കഴുന്തിരി അല്ലടാ, കരിന്തിരി. അവൻ സ്റ്റൈലിഷ് ജർമ്മൻ കരുത കഴുന്തിരി. കഴിഞ്ഞ 18 മാസം 21 ദിവസം. എത്ര മാസം? 28 വർഷം. 28 മാസം 17 ദിവസം 21 മണിക്കൂർ ഞാൻ അനുഭവിച്ച വേദനകൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. 5 വിസിൽ കഴിഞ്ഞ ഗ്യാസ് കയറിയോ? എവന്റെ ഭാര്യക്ക് ഗ്യാസ് കയറിയോണ്ട് പതുക്കെ വരുവുള്ളെന്ന്. പിന്നെ മറ്റേ മരുഭൂമി, ഞാൻ ഒന്നും പറഞ്ഞില്ല. പൊട്ടെന്ന് വരുന്നിട്ടില്ല, അതിനു മുമ്പേ തുടങ്ങി. മരുഭൂമിയിൽ കൈക്കുഞ്ഞിനെ പെറ്റിട്ട കൈക്കുഞ്ഞി. ഞാൻ മുത്തച്ഛന്റെ കൂട്ട്, ഞാൻ മാത്രമല്ല അവരെല്ലാവരും തട്ടണമെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ആരും മുട്ടാറില്ല. അതുകൊണ്ട് കഴുന്തിരി കേട്ട വിളക്ക് പോലെ, കഴുന്തിരി കെട്ട വിളക്ക് പോലെ, ചക്രമില്ലാത്ത വണ്ടി പോലെ, പിന്നെ കാറ്റൂതിട്ട ബലൂണ് പോലെയാണ് ഞാൻ. അങ്ങനല്ലേ? പിന്നെ മരുഭൂമിയിൽ പെറ്റിട്ട കൈക്കുരിനെ പോലെ കൈകാലിട്ടടിച്ചപ്പോൾ വെള്ളം അടിച്ചാ പൊടിക്കുഞ്ഞിന്റെ കാര്യം പറയുമ്പോൾ മരുഭൂമിയിൽ പെറ്റിട്ട കൈക്കുരിനെ പോലെ കൈകാലിട്ടടിച്ചപ്പോൾ വായിക്കരി പോയിട്ട് ഉമിക്കരി പോലും തരാൻ സന്മനസ് കാണിക്കാത്ത കോമരങ്ങളുടെ നെഞ്ചിൽ പഞ്ചാക്ഷരം കൊണ്ട് വിജോദന കുറിപ്പ് എഴുതും ഞാൻ. പോടി പുല്ലേ. ഞാൻ വിചാരിച്ചപ്പോ ശ്വാസം മുട്ടി മയ്യത്താകുന്നു. പിന്നെ മറ്റേ വള്ളംകളിന്റെ കാര്യം. ആനയും അമ്പാരിയും ഒന്നും ഇല്ലാതെ പൊടി പുല്ല പറഞ്ഞില്ലേ? അത് പറഞ്ഞു. ആനയും അമ്പാരിയും ഒന്നും ഇല്ലാണ്ട് വള്ളം കളിക്ക് പോയപ്പോ മൂത്രയ്ക്കാൻ സോറി ചാനല് പാടി. കാമപ്രാന്ത, കാമരാക്ഷസ, കാമപിശാച, കാമരാജ യൂണിവേഴ്സിറ്റി, അണ്ടകടാക.
പനി അമ്പാരി ഒന്നും ഇല്ലാണ്ട് വെള്ളം കളിക്ക് എത്ര മണിക്ക് പോയി? 6 വെളുപ്പിന് 6 മുള വെള്ളം കളിക്ക് വെള്ളം അടിക്കാൻ പോയപ്പോൾ വെള്ളം അടിക്കാൻ പോയപ്പോഴാ വെള്ളം കളിക്ക് ആ വെള്ളം അടിച്ചു പോയപ്പോൾ 6 മണിക്ക് 6 മുള വെള്ളം കളിക്ക് വെള്ളം അടിക്കാൻ പോയപ്പോൾ അവിടെ നിർത്തിക്കോ. നീ ബാക്കി പറയുന്നത് എന്തോന്ന് എനിക്കറിയാം. പോയപ്പോ എന്ത് സംഭവിച്ചു, അയാൾ എന്ത് ചെയ്തെന്നൊക്കെ നീ പറഞ്ഞു കളയും. അൻസിൽ എവിടെയാണ്? മലപ്പുറത്ത് എവിടെയാണ്? പെരിന്തൽമണ്ണ. ആക്ഷൻ. ഒരു അഗ്നികൂണ്ഡമാണ് ഞാൻ. എന്റെ പൊന്നോ ചേട്ടാ ഈ ചെറുപഴം എന്താവല്ല ഒരു അഗ്നികുണ്ഡമാണ് ഞാൻ. എന്റെ മനസ്സ് നീറുകയാണ് ഒരു നെരിപ്പോട് പോലെ. കഴിഞ്ഞ 28 മാസം 17 ദിവസം 21 മണിക്കൂർ ഞാൻ അനുഭവിച്ച വേദന പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. ഞാൻ അനുഭവിച്ച വേദന സാധനം ഇങ്ങനെ പറയില്ല. വയറ്റി കൈവച്ച് ചിന്നക്കുട്ടി എന്ന് പറഞ്ഞ ഗർഭാണോ? കരിന്തിരി കെട്ട വിളക്കാണ് ഞാൻ. കരിന്തിരി കെട്ട വിളക്കാണ് ഞാൻ. ചക്രം പോയ വണ്ടിയാണ് ഞാൻ. കാറ്റൂതി വിട്ട ബലൂണാണ് ഞാൻ. രാഷ്ട്രീയത്തിൽ ഭാവിയുണ്ട്. മരുഭൂമിയിൽ പെറ്റി വീണ ഒരു അമ്മയെന്നല്ല, മരുഭൂമി കൊളാങ്കല്ലി. മരുഭൂമിയിൽ പെറ്റി വീണ ഒരു കുഞ്ഞിനെ പോലെ കൈകാലിട്ടടിച്ചപ്പോൾ വായ്ക്കലി പോയിട്ട് ഉമ്മിക്കരി പോലും തരാൻ സന്മനസ് കാണിക്കാത്ത ഒരടിയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഒരു തുപ്പല്ലോ ഒതുക്കിയതിന് താങ്ക്സ്. സന്മനസ് കാണിക്കാത്ത കോമരങ്ങൾക്ക് മുന്നിൽ കോമരക്കാരന്റെ നെഞ്ചിൽ പഞ്ചാമൃതം കൊണ്ട് അല്ല പഞ്ചാക്ഷരം കൊണ്ട് ഞാൻ പ്രയോജനക്കുറിപ്പ് എഴുതും. പോടി പുല്ലേന്ന്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, നീദൂസ് അക്കാഡമിയിലെ നല്ല ഒന്നാം തരം കുട്ടികളാണ്. മനോഹരമായി തന്നെ എല്ലാവരും അവരവരുടേതായ രീതിയിൽ മനോഹരമായി പെർഫോം ചെയ്തു. തുടക്കം ഇവിടെ വന്ന് വളരെ ഗട്ട്സോടെ, അതായത് ഞാൻ എപ്പോഴും പറയും, ഏതൊരു വേദിയിൽ ആദ്യം വരിക എന്നുള്ളതൊരു ചെറിയ കാര്യമില്ല, അതൊരു ഗട്ട്സ് തന്നെ വേണം. ജീവിതത്തിലും അങ്ങനെ തന്നെ ആയിരിക്കണം. എവിടെയും മുന്നേറാനുള്ള ഒരു ഗട്ട്സ് ഉണ്ടായിരിക്കണം. അപ്പം ഐഷയ്ക്ക് തന്നെ വന്നതുകൊണ്ട്, ആദ്യം തന്നെ വന്ന് ഇവിടെ ഒരു ഐശ്വര്യം സൃഷ്ടിച്ചതുകൊണ്ട് തന്നെ ഐഷയെ ഞാൻ വേദിയിലേക്ക് വിളിക്കുകയാണ്. ആദ്യം വന്നതിന് ഒരു ഗിഫ്റ്റാണ് ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻറ്റ് മിസ്റ്റർ അത്തിഖ്. കൺഗ്രാറ്റ്സ്. ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിൻ്റെ വകയുള്ള ഗിഫ്റ്റാണ്. ഓക്കെ, നൈസായിരുന്നു. സിനാന് പറ്റിയൊരു സാധനമാണ് തരുന്നത്. സിൽക്കോ. തൊട്ടുകൂട്ടാനുള്ളതല്ല, ആസ്വദിച്ച് കഴിക്കാനുള്ളതാണ്. സിൽക്കോ അച്ചാർ. ഓക്കെ. പിന്നെ ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിൻ്റെ വക ഒരു കിരീടം ഇരിക്കട്ടെ നിനക്ക്. എന്തുകൂടാ കണ്ണടയ്ക്കുന്നത്? മുൾക്കിരീടമൊന്നും അല്ലടാ. ഓക്കെ. ആനില്ലേ ഇവിടെ? ഓക്കെ. അപ്പോൾ ആനിന് വേണ്ട നമ്മുടെ പൊതുവാൾ ഫുഡ്സ്, പയ്യന്നൂരിൻ്റെ പെരുമയുള്ള പൊതുവാൾ ഫുഡ്സ് നൽകുന്ന ഒരു ഗിഫ്റ്റ്. ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിൻ്റെ വക മറ്റൊരു. ഓക്കെ. മിസ്റ്റർ അൽത്താഫ്. അൽത്താഫ് സൂര്യ കോമഡിയുടെ വക ഒരു ഗിഫ്റ്റ്. ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ വക ഒരു തൊപ്പി. മുടിയിലൊക്കെ ഇരിക്കുമല്ലോ, കുഴപ്പമില്ല, എല്ലാം കെട്ട് സെറ്റ് ചെയ്തിരിക്കാൻ. ഓക്കെ, ശരി, കൺഗ്രാറ്റ്സ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അടുത്ത ബാച്ച് അവിടെ റെഡിയായിരിക്കുകയാണ്. അപ്പം അടുത്ത എപ്പിസോഡുമായി നീദൂസ് അക്കാഡമിയിൽ തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ഗുഡ് ബൈ.